വാർത്തകളിലേക്ക് സ്വാഗതം. കുറ്റാട് റെസിഡൻഷ്യൽ അസോസിയേഷൻ പുര ജനറൽ ബോഡി യോഗവും ഉന്നത വിജയികളെ ആദരിക്കൽ ചടങ്ങും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ ശോഭന വൈശാഖ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഓരോ നാട്ടിൻ പ്രദേശങ്ങളിലും ഇടവഴികളിലും കുറ്റിക്കാടുകളിലും മയക്കുമരുന്ന് വിൽപ്പനക്കാരുടെയും ഉപയോഗിക്കുന്നവരുടെയും അതിപ്രസരം വർദ്ധിച്ചു വന്നിരിക്കുകയാണ്. ഇതിന് പ്രദേശത്തുകാർ തന്നെ മുൻകൈയെടുത്ത് ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്താൽ ഒരു പരിധിവരെ സാമൂഹ്യവിരുദ്ധരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇതിനായാണ് പുറ്റാട് റെസിഡൻഷ്യൽ അസോസിയേഷൻ ജനറൽ ബോഡി യോഗവും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ഉന്നത വിജയികളെ ആദരിക്കൽ ചടങ്ങും പുറ്റാട് കനാൽ പാലത്തിന് സമീപം തട്ടാൻകണ്ടി ഭവനത്തിൽ സംഘടിപ്പിച്ചത്. വാർഡ് മെമ്പറും നൊച്ചാട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ശോഭന വൈശാഖ് ഉദ്ഘാടനം ചെയ്തു. കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ലഹരി മാഫിയകൾ ഇന്ന് പ്രവർത്തിക്കുന്നത്. അപ്പൊ അത് നമുക്കറിയാം, കുട്ടികളെ അറിയില്ല. കുട്ടികളെ ഇപ്പം പലതരത്തിലുള്ള രാസലഹരികളാണ് ഇന്ന് വിപണിയിലെത്തുന്നത്. ഇതിനുള്ള ലോബികൾ, മദ്യ മാഫിയകളെ ഇതിനുള്ള ലോബികളൊക്കെ ഉണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ കുട്ടികളെ എന്താണ് അതേ മരുന്ന് സൗജന്യമായിട്ട് കുട്ടികൾ എത്തിക്കുകയും അത് അവര് ഒന്നോ രണ്ടോ പ്രാവശ്യം രുചിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം കുട്ടികൾ അതിന് അടിമയാവുന്ന ഒരു സാഹചര്യമാണ് വരുമ്പോൾ ആദ്യം പൈസ ഇല്ലാത്ത തന്നെ കുട്ടികൾക്ക് എത്തിക്കുകയും അത് പിന്നെ അവർക്ക് പൈസ ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും ലഹരിക്ക് വേണ്ടി പിന്നെ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇത് കുട്ടികൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കറിയാം വളരെയേറെ പ്രയാസം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അത് കുട്ടികൾ അതിൽ ആസക്തി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് അതിക്രമങ്ങൾക്കും അതുപോലെ തന്നെ നമുക്കറിയാം വീടുകൾ പോയി രക്ഷിതാക്കളോട് പൈസ ആവശ്യപ്പെടുന്ന സമയത്ത് അവരടുത്ത് പൈസ കൊടുക്കാനുണ്ടാകാത്ത സാഹചര്യം വരുന്ന സമയത്താണ് ഇതിന് നമ്മളിന്ന് വാർത്തകളിലും പിന്നെ പത്രങ്ങളിലൊക്കെ കാണുന്നത് എന്താണ് അച്ഛനമ്മമാരെ അല്ലെ കഴുത്തറുത്തില്ല അല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് എന്താണ് ഇത്തരം മയക്കുമരുന്നും അതുപോലെ തന്നെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായി. പുര പ്രസിഡന്റ് വാസു സി കെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ മഹമ്മൂദ് ആർ സാമ്പത്തിക അവലോകനം നടത്തി. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷിനി ടി വി, ഭാരവാഹികളായ അരുൺകുമാർ മാസ്റ്റർ, അബ്ദുൾ, ശങ്കർ, എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ദിനേശൻ എം കെ, രാമകൃഷ്ണൻ വി കെ, അനഘ കമൽ, ഷീബ പുനത്തിൽ, രാഘിഷ പ്രവീൺ, മജീദ് മാസ്റ്റർ, സതീദേവി, ശരണ്യ സബീഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ മെമന്റോ നൽകി ആദരിച്ചു. തുടർന്ന് റിട്ടയർഡ് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ കെ സി കരുണാകരൻ ക്ലാസ് എടുത്തു. നമ്മളെ വേണ്ടപ്പെട്ട കുട്ടികളോ പ്രിയപ്പെട്ട ആരെങ്കിലുമൊക്കെ നമുക്ക് വെള്ളടിച്ചിട്ടാണ് വരുന്നതെങ്കിൽ പണിക്ക് പോയി ടൈൽസിന്റെ പണിയാണെന്ന് വിചാരിക്കാം. ഇന്ന് മരിച്ച അനീഷിന്റെ തൊട്ട് തന്നെ ടൈൽസിന്റെ പണിയാണെന്ന് വിചാരിക്കാം. ഓൻ വെള്ളടിച്ച് വന്നിട്ട് ചെറുപ്പക്കാരിയായ ഭാര്യയോട് എന്ന് പറയണോ? ഓൻ വെള്ളടിച്ചറിയേ? എങ്ങനെ അറിയും പറ? മണത്താൽ അറിയും. അത് തന്നെയായിരിക്കും കിട്ടേണ്ട ആൻസർ. മണത്താൽ അറിയും. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.